ഇത് നമ്മൾ ഒരു മധുര പലഹാരമായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചേർക്കണ എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി വേണം, പിന്നെ മുട്ട വേണം, തൈര് വേണം, പഞ്ചസാര വേണം, കുറച്ച് ബേക്കിംഗ് പൗഡർ വേണം. ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഈ പലഹാരം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇത് വായിലിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അലിഞ്ഞു പോകും. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന പലഹാരമാണ് ഇത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയിലും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് പൊട്ടും പിന്നെ ചെറുപയർ കറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരെന്ന് വെച്ചാൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടാണ്. ഗോതമ്പ് പൊട്ടും പിന്നെ ഈ ചെറുപയറും കൂടിയിട്ടാണ് കുഴച്ചിട്ടാണ് കഴിക്കാൻ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ പപ്പടം കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടവും കൂടിയിട്ട് കുഴച്ചിട്ട് മൂന്നും കൂടിയിട്ട് ഒരുമിച്ചുകൊണ്ട് കഴിക്കാം. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ നമുക്ക് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെ കുറച്ച് കാഴ്ചകളെ കാണിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ കോഴികളൊക്കെ വന്നിട്ട് എന്താ എടുക്കണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് കോഴികളൊക്കെ എന്താ എടുക്കണമെന്നൊക്കെ നോക്കാം. അതൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ട എടുക്കുക. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ടയോ എന്ത് മുട്ടയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കണം കേട്ടോ. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. പിന്നെ തൈര് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. പിന്നെ ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം പോലത്തെ തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു 3/4 കപ്പ് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ മിക്സിങ് റെഡി ആയി കഴിഞ്ഞിട്ട് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നല്ല കട്ട തൈരും പിന്നെ വെള്ളം പോലത്തെ തൈരും ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നമ്മുടെ മിക്സിങ് അത്രയ്ക്കാണ്ട് കറക്റ്റായിട്ട് വരില്ലല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറുതായിട്ട് ഒരു ലൈറ്റ് കളർ പോലെ വരണോട്ടെ. ഈ ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മുട്ടയുടെ ആ മഞ്ഞ കളർ ഉണ്ടല്ലോ, അത് ഒന്ന് ഇതിങ്ങനെ സോഫ്റ്റായിട്ട് വരുന്നതനുസരിച്ചിട്ട് അതൊന്ന് ലൈറ്റായിട്ട് വരും. ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കാം. ഈ തൈരും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു ക്രീം പോലെ കിട്ടുന്നുണ്ട്. മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ നിങ്ങളുടെ അടുത്ത് വിസ്ക് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അങ്ങനെ മിക്സിയിലിട്ട് കറക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ കൺസിസ്റ്റൻസി കിട്ടില്ല. അതിങ്ങനെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, കുറച്ചും കൂടി ഒരു വെള്ളം പോലത്തെ ഒരു ടെക്സ്ചർ വരും. തൈരായിരുന്നാലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാവരും 250 ml മെഷറിംഗ് കപ്പിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് 250 ml മെഷറിംഗ് കപ്പില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് അരിപ്പയിലൊന്ന് അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുമല്ലോ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർക്കില്ലേ. അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും മിക്സ് ആവില്ലേ. അപ്പോൾ അത് മൂന്നും കൂടിയിട്ട് ഒന്ന് അരിച്ചിട്ട് ചേർക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ചേർക്കുന്നത്, ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്റർ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് തൈര് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ തൈര് ചേർക്കുമ്പോൾ ഭയങ്കര പുളിയുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ലൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കാം. വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വാനില എസൻസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോളൂ. അതിന് എന്തെങ്കിലും ഫ്ലേവറുകൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്തോളൂ. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിക്സിങ് അങ്ങനെ ഇരിക്കണം.
അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സിങ് റെഡിയായ വഴിക്ക് തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പലഹാരം റെഡിയാക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറത്തെ കളർ അങ്ങോട്ട് മാറും, ഉള്ളിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഒരു സ്പൂണും കൊണ്ട് കുറേശ്ശെ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതേപോലെ ചൂടി ചൂട് വേണം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ലേ, നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. കണ്ടില്ലേ, നല്ല വീർത്ത് വന്നേക്കണുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. നന്നായിട്ട് മൊരിയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ ഇത്രയ്ക്കാണ്ട് വീർത്തിരിക്കില്ല, അതിങ്ങനെ തണുത്ത പോലെ വരും. അത് ചെറിയ തീയിൽ കിടന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാൻ പോണിടുമ്പോൾ തീ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഇതേപോലെ ഇങ്ങനെ നല്ലൊരു കളർ വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമല്ലേ, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിപ്പോൾ നമ്മൾ വറുത്തെടുത്തില്ലേ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കുറച്ച് സിനമൺ പൊടിച്ചത്, കുറച്ച് കറുകപ്പട്ട പൊടിച്ചത് രണ്ടും കൂടിയിട്ട്, പഞ്ചസാരയും കറുകപ്പട്ടയും കൂടിയിട്ട് പൊടിച്ചത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഇതിൻ്റെ ബാറ്റർ നിങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തില്ലേ, അതിനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് പരന്ന് പോട്ടാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണം, ഭയങ്കര ലൂസായിട്ട് എടുക്കരുത്. എങ്ങാനും നിങ്ങൾ അങ്ങനെ പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അങ്ങനെ ഒരപ്പം പോലെ ഇങ്ങനെ സ്പ്രെഡായി പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പൊടി ചേർത്തിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ തൈരിൻ്റെ ഒരു ഭയങ്കര പുളിയല്ല, ഒരു കുഞ്ഞൊരു പുളിയൊക്കെ ഉണ്ട്. ഭയങ്കര ഉള്ളിൽ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഉണ്ണിയപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ് ചിലപ്പോൾ ഇത്. നല്ല രസമുണ്ട്, കുട്ടികൾക്ക് എന്തായിരുന്നാലും ഇഷ്ടം. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ജസ്റ്റ് നമ്മളെ പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ കുറച്ചൊരു ഹണി ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൊണ്ടൊന്ന് വെച്ചിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് പുറത്ത് കോഴീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, ഇതാ നല്ല സോഫ്റ്റായിട്ടിരിക്കും ഉള്ളിൽ. എന്താടിയാ നമ്മുടെ കോഴികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു കോഴിയുടെ ഒറ്റക്കാലിൽ നിൽക്കണുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പുതിയ കോഴികൾ ഇതാ അവിടെ നടക്കണുണ്ട്. ഒരു വലുതായിട്ടുണ്ട് കേട്ടോ. 2 ആഴ്ച മുമ്പ് നിങ്ങൾ കാണുമ്പോൾ ഇത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ഓടിയൊക്കെ നടന്ന് പുല്ലൊക്കെ തിന്ന് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അവർ. ഇതാണ് ഞാൻ വാങ്ങിച്ചതിൽ ഒരു പൂവൻകോഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അവളും നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്.
അവളല്ല അവന്. ഇതാണ്. പിന്നെ അത് വേറെ കളറ്. ഞാൻ വാങ്ങിച്ചത് കൂടുതലും കറുപ്പായിരുന്നു. പിന്നെ ഈ കാണുന്നില്ലേ, ഇതേപോലത്തെ 2 എണ്ണത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഓരോരുത്തരും ഓരോ സ്ഥലത്തുനിന്ന് ഓടി വരുന്നുണ്ട്.